ഹലോ, ഞാൻ ഏറ്റവും ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യം, അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും വെബ് സീരീസ് കാണാനും മൂവീസ് കാണും, പുതിയ പുതിയ റിലീസസ്. ഇപ്പം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ബാക്ക് ടു ബാക്ക് കുറേ ഹിറ്റ്സ് ഉണ്ടല്ലേ, എല്ലാം കുറേ അടിപൊളി പടങ്ങൾ. അപ്പം ഏതാണ് ബെസ്റ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം എല്ലാം ഒന്നിനൊന്നും മെച്ചം എന്നൊക്കെ പറയില്ല, അതേ രീതിയിലാണ്. ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നൊരു ദിവസമാണ് നമ്മളുടെ ആവേശവും വർഷങ്ങൾക്ക് ശേഷം ഒരേ ദിവസം തന്നെ റിലീസായിരുന്നു. അപ്പം ഞാനും വിഷ്ണുവും കൂടിയിട്ട് ഇത് കാണാൻ ഡിമോളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആവേശമാണ് കേട്ടോ, നമ്മൾ ഫസ്റ്റ് കയറിയത്, ഫസ്റ്റ് ഷോ ആണ്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വിഷ്ണു ഭയങ്കര ത്രിൽഡായിരുന്നു. വിഷ്ണു ഇങ്ങനെ ഇൻട്രൊഡ്യൂസിങ് ഫഫ എന്നൊക്കെ കണ്ടപ്പോൾ തന്നെ എന്താ പടം എന്തോ കിടിലാണ് എന്നൊരിതുണ്ടായിരുന്നു. ഞങ്ങൾ മൂവി കണ്ടു. പ്രേമല്ലു കണ്ടതിന് ശേഷം ഒരുപാട് ചിരിച്ചു കേട്ടോ. ഇത് കണ്ട് ശരിക്കും പ്രേമല്ലു, ഈവൻ രോമാഞ്ചം കണ്ടപ്പോഴും ഇതേപോലൊരു ഇതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈവൻ രോമാഞ്ചത്തിൻ്റെ സെയിം ടീം തന്നെയാണല്ലോ. എനിക്ക് ഒരുപാട് മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞു. മൂവിനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ റിവ്യൂ ചെയ്യുന്ന ആളൊന്നുമല്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. എനിക്ക് എന്തായാലും മൂവി ഇഷ്ടമായി. നിങ്ങളുടെ അടുത്ത തിയേറ്റേഴ്സിൽ ഇപ്പോഴും മൂവി ഉണ്ട്, നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണൂ കേട്ടോ, ഡെഫിനറ്റായിട്ടും പോയി കാണൂ. നിങ്ങൾ കുറേ നേരം എന്ത് വിഷമമുണ്ടെങ്കിലും അതൊക്കെ മറന്ന് ചിരിക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് മൂവി, അതായത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഞാനിങ്ങനെ ഡിമോളിൽ നിന്ന് തിരിച്ച് എൻ്റെ നാട്ടിലേക്ക്, അതായത് അഞ്ചലേക്ക് പോകുമായിരുന്നു. അപ്പോൾ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വെരി ഫസ്റ്റ് ഡേ അല്ല, അപ്പോൾ ഇന്ന് കണ്ടു കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുക്കുമ്പോൾ റിവ്യൂസ് കാണും, പലരുടെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും, പലരുടെ നെഗറ്റീവ് റെസ്പോൺസ് ആയിരിക്കും. എന്തിനാ വെറുതെ, നമുക്ക് പോയി അങ്ങ് കാണാം, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഇമ്പീരിയൽ ബേക്കറിയിൽ ഈ ഫ്രൂട്ട് സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ നിർത്തി അതും വിഷ്ണു എനിക്ക് മേടിച്ച് തന്നിട്ട് നേരെ വർഷ തിയേറ്ററിലേക്ക് വിട്ടു. ഞങ്ങൾ അവിടെ പോയിട്ട് മൂവി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊരു വിൻറ്റേജ് ഫീലാണ് തോന്നിയത്. അതായത് പണ്ടത്തെ കാലത്തെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സ്റ്റോറി, അങ്ങനെയൊക്കെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. മെർലാൻ സിനിമാസിൻ്റെ ആണ്. എനിക്ക് ഈ മൂവിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിവിൻ പോളിനെയാണ് കേട്ടോ. സെക്കൻഡ് ഹാഫിലാണ് പുള്ളിക്കാരൻ വരുന്നത്, പക്ഷെ പുള്ളി ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ. നമുക്കൊരു നല്ല കാലം വരുമ്പോൾ നമ്മുടെ കൂടെ അത്രയും നാൾ നമ്മൾ സ്ട്രഗിൾ ചെയ്തിരുന്ന ടൈമൊക്കെ കൂടെ നിന്നിരുന്ന കൂട്ടുകാരെ ഒരിക്കലും തള്ളിക്കളയരുത്. അതേപോലെ തന്നെ എത്ര വയസ്സായാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സൽ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് കാണിച്ചു തന്നൊരു മൂവിയാണ് കേട്ടോ. അതേപോലെ തന്നെ രണ്ട് മൂവിയിലെയും പാട്ടുകൾ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പാട്ടുകൾ. അല്ലെങ്കിൽ ആവേശത്തിലാണെങ്കിൽ ഒരു യങ്സ്റ്റർ വൈബ്, നമ്മുടെ റാപ്പ് അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ, നമ്മുടെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഒരു ഗസൽ ടൈപ്പ് സ്ലോ മൂഡിലുള്ള വളരെ നല്ല ജ്ഞാപകം, അതിനൊക്കെ മധു പകരും ഒക്കെ കിടിലം പാട്ടുകളല്ലേ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഈ രണ്ട് മൂവീസും ഹിറ്റാണെന്നാണ് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണൂ കേട്ടോ.